ശേഷം ഓരോരോ ഇതുപോലുള്ള ബക്കറ്റിലേക്ക് അവർ മാറ്റിക്കൊണ്ടിരിക്കും. ഒരു വേളാപ്പാറയുടെ വലിപ്പം കണ്ടോ. ഇത് നിറച്ചും എന്താ പറയുക മീനാണ്. ഇങ്ങനെ ഒരു ചൂടും കൂടെ ആയതുകൊണ്ടേ കേടാവാതിരിക്കാനും. ഹായ് നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നതേ വാടി കടപ്പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഫിഷിങ് അല്ലെങ്കിൽ ലേലം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മീനിൻ്റെയൊക്കെ. അതുപോലെ ഒരുപാട് വള്ളങ്ങളൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ വള്ളങ്ങളാണ് കണ്ടോ. ഇത് കണ്ടോ. അപ്പം ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ എന്താ പറയുക വളരെ ലാഭത്തിൽ മീനൊക്കെ വാങ്ങാം എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല അതിനെക്കുറിച്ചൊക്കെ. ഇത് ഇഷ്ടംപോലെ മീനുകളൊക്കെ കിടക്കുന്നുണ്ട്. വലിയ ചൂര കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ. ഇഷ്ടംപോലെ ചേട്ടന്മാർ ഇതേപോലുള്ള വള്ളത്തേലൊക്കെ ഇങ്ങനെയാണ് മീനെടുക്കാനൊക്കെ പോകുന്നത് കണ്ടോ. ഇഷ്ടംപോലെ ഉണ്ട് കണ്ടോ. അപ്പം ആ ഭാഗത്താണെന്ന് തോന്നുന്നു മീൻ ലേലം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കെന്തായാലും മീൻ ലേലം നടക്കുന്ന ഏരിയയിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. മീനിൻ്റെ വിലയും കാര്യങ്ങളുമൊക്കെ നമുക്കൊന്നറിയാം. ഇഷ്ടംപോലെ മീനുകൾ ഇങ്ങനെ വള്ളത്തെ കൊണ്ടുവരുന്നുണ്ടോ. ഇതേ കൊണ്ടുവരുന്നു കണ്ടോ. നല്ല ഫ്രഷ് മത്തി കൊണ്ടുവരുന്നു. മത്തിയല്ലല്ലോ അത് നമ്മുടെ കൊഴിചാള. ഇഷ്ടംപോലെ മീനുകൾ ആ വള്ളത്തിലൊക്കെ ചൂര. ഇതെല്ലാം ചെറുവള്ളമാണ്. ഈ ചെറുവള്ളത്തിൽ വരുന്ന മീനുകളാണ് ഇതെല്ലാം. കണ്ടത് നിറച്ച് മീനുകളാണ്. അതിനകത്തെല്ലാം മീനാണ്. മീൻ കൊണ്ടുവെക്കുന്നുണ്ടോ. ഇവിടെ കൊണ്ടു വെച്ചേക്കുന്നുണ്ട്. മിക്സഡായിട്ട് മീൻ വെച്ചേക്കുന്നുണ്ടോ. ഇതുണ്ടോ. ഇതിനകത്തുള്ളത് ഇപ്പം നെത്തോലി, നമ്മുടെ ചെറിയ മത്തി, ഇഷ്ടംപോലെ വള്ളങ്ങളാണ്. ഇപ്പോഴത്തെ സമയം എത്രയായി? ഇപ്പോൾ 12:30. ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയതേ. ഇവിടെ മീൻ കൊണ്ടിട്ട് ലേലം ചെയ്യുന്നുണ്ടോ. ഇതുകൊണ്ട് ഈ വെള്ളത്തിലെല്ലാം മീനുകൾ കൊണ്ട് ഇറക്കിയിട്ട് ഇവിടേക്ക് കൊണ്ടുവരും. ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു ഷീറ്റ് ഇട്ടേക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മുടെ ഇതിൻ്റെയൊക്കെ ഒരു ലേലം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരുപാട് കച്ചവടം. എത്ര ആയിരം രൂപയുടെ എത്ര ലക്ഷം രൂപയുടെ മീനിൻ്റെ കച്ചവടമാണെന്നറിയാമോ ഒരേ സമയം ഇവിടെ നടക്കുന്നത്. ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ബോട്ടുകളും ചെറിയ വള്ളങ്ങളും ഒക്കെയാണ്. ഇത് കോട്ടപ്പുറം, അതുപോലെ തന്നെ പൂക്കാലം, അങ്ങനെ കുറേയേറെ ബോട്ടുകൾ ഇങ്ങനെ നമ്മൾ എണ്ണിയാ തീരാത്ത രീതിയിലുള്ള ബോട്ടുകളാണ് കേട്ടോ അങ്ങോട്ട് കിടക്കുന്നത്. ബോട്ടുകളെന്ന് പറയുമ്പോൾ ചെറുവള്ളം അല്ലേ. ചെറുവള്ളം അതെ, ചെറുവള്ളം കണ്ടോ. ചെറുവള്ളം അങ്ങ് എൻ്റെ നോക്ക്. ഈ എത്രമാത്രം ചെറുവള്ളം കിടക്കുന്ന നോക്കി. അപ്പോൾ ഇതെല്ലാം ഷിപ്പിങ് അല്ലെങ്കിൽ മീനൊക്കെ പിടിച്ചതിന് ശേഷം കൊണ്ടുവന്നുകൊണ്ട് അവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. കണ്ട് ഈ ചേട്ടന്മാരെല്ലാം ഓരോ വള്ളത്തിലേക്ക് ഇങ്ങനെ മീൻ എടുക്കാനായിട്ട് അവർ പോവുക. അതെ അടുത്തൊരു വള്ളം വന്നു. എല്ലാം ചെറുവള്ളം കേട്ടോ. ഇപ്പം താണ്ട് ഈ സൈഡിലെല്ലാം മീൻ കച്ചവടം നടക്കുന്ന ഏരിയയാണ്. ഇവിടെ എല്ലാം കൊണ്ട് ചില്ലറ കച്ചവടക്കാരായി ഇരിക്കുന്നില്ല. പിന്നെ ആ ഒരു ആൾക്കൂട്ടം എന്ന് പറയുന്ന ഏരിയയിൽ മൊത്തം ലേലം നടക്കുന്നുണ്ട്. മീനിൻ്റെ ലേലം നടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക ഈ സൈഡിലെ മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വള്ളങ്ങൾ കൊണ്ട് അടുക്കുന്ന സ്ഥലം. നമുക്കിവിടെ ഇങ്ങനെ മീനുകളൊക്കെ ഒന്ന് കാണാം. ഇതെല്ലാം എന്താ പറയുന്നത് നല്ല ഫ്രഷ് മീനുകളായിരിക്കുന്നത് കണ്ടോ. ഇരിക്കുന്നുണ്ടോ. ഒരു വേളാപ്പാറ ഇരിക്കുന്നു നോക്കി. ഒരു വേളാപ്പാറയുടെ വലിപ്പം കണ്ടോ. വേളാപ്പാറയുണ്ട്, അതുപോലെ തന്നെ നെയ്മീനുണ്ട്, ഇഷ്ടംപോലെ ഞണ്ടുകളുണ്ട്, പിന്നെ സ്രാവുകൾ. ഈ സ്രാവിന് ജീവനുള്ളതാണ് കണ്ടോ. അത് ജീവനുള്ളതാണ് കണ്ടോ. ജീവനുള്ളത് കണ്ടോ. ജീവനുള്ള സ്രാവുകൾ. ഇഷ്ടംപോലെ മീനുകളുണ്ട് കണ്ടോ. ചെറിയ അയല ഇരിപ്പുണ്ട്, ചെറു മത്തി ഇരിപ്പുണ്ട്, പിന്നെ നമ്മുടെ ഇത് ഇഷ്ടംപോലെ മീനുകൾ, എല്ലാ തരത്തിലുള്ള മീനുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം ചൂര ഒരുപാടുണ്ട് കേട്ടോ. ചൂര ഇവിടെ ലേലം ചെയ്യുന്നുണ്ടോ. ലേലം ഹലോ ഉണ്ടോ. എന്തെങ്കിലുമൊക്കെ ഇവരുടെ കൊട്ടയിൽ നിന്നൊക്കെ വീഴുന്ന ചെറിയ മീനൊക്കെ കഴിക്കാൻ വന്നിരിക്കുന്നുണ്ടോ. ഇവിടുത്തെ എന്താ പറയുക അന്തേവാസികളാണ്. നല്ല ഫ്രഷ് മീൻ കൊണ്ട് വെച്ചേക്കുന്നുണ്ടോ.
നല്ല ഫ്രഷ് മീൻ എടുത്ത് തൂക്കുകയാണ്. തൂക്കി നോക്കിയിട്ട് ഓരോരോ പാക്കറ്റായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫ്രഷ് മീൻ കൊണ്ടുവന്നതിന് ശേഷം ഇതായിരിക്കും തൂക്കം ക്ലിയർ ചെയ്യുന്നു. അതിനുശേഷം ഓരോരോ ഇതുപോലുള്ള ബക്കറ്റിലേക്ക് അവർ മാറ്റിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഈ ഏരിയയിൽ കംപ്ലീറ്റ് മീനുകൾ അല്ലെങ്കിൽ എന്താ പറയുക ലേലം ചെയ്തതിന് ശേഷം ഇതുപോലെ ഇത്തരത്തിലുള്ള വണ്ടികളിലേക്ക് കയറ്റി എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിന് വേണ്ടി കണ്ടോ എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വാഹനങ്ങളിലേക്ക് അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാരും വലിയ കച്ചവടക്കാരും ഒക്കെ തന്നെ ഒന്നിച്ച് ലേലം ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഒരു ഏരിയയാണ്. കണ്ടോ, ഫ്രഷ് മീൻ ചോര കാണുമ്പോൾ അറിയാം. $2500 ഒന്നാലോചിച്ചാൽ കഷ്ടമാണ്. കാരണം ഇതിനകത്ത് വീഴുന്ന ചെറു മീനുകളെ അല്ലെങ്കിൽ ഈ വള്ളത്തിൽ നിന്നൊക്കെ വീഴുന്ന ചെറിയ ചെറിയ മീനുകൾ എടുത്തിട്ട് അതിങ്ങനെ സ്വരുക്കൂട്ടിയിട്ട് അവരിങ്ങനെ കച്ചവടം ചെയ്യുന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട് കേട്ടോ. ഇവരൊക്കെ കൊണ്ടിങ്ങനെ മീൻ വിൽക്കുന്നുണ്ടോ? ഇതൊക്കെ ചെറിയ ഏതാണ്ട് കാല് വയ്യാത്ത ചേട്ടന് അദ്ദേഹമൊക്കെ ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ അവർക്കൊന്നും മറ്റ് മീൻ പിടിക്കാൻ പോകാനോ ഒന്നും പറ്റുന്ന ആൾക്കാരല്ല. അപ്പോൾ അവരൊക്കെ ഏതാണ്ട് ഇത്തരത്തിലുള്ള ചേച്ചിമാരെ കണ്ടു. അപ്പോൾ അവരങ്ങനെയുള്ള മീനുകളൊക്കെ സാധാരണപ്പെട്ട ഒരാൾക്കും വാങ്ങിക്കത്തക്ക രീതിയിൽ നമുക്ക് വാങ്ങിക്കാം. നമ്മുടെ പൈസ അനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം. അല്ലാതെ ഈ വലിയ എമൗണ്ടിലല്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കൊട്ടയിലൊക്കെ വരുന്ന മീനുകളെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നമുക്ക് ആ കാണുന്ന മീനുകളൊക്കെ നമുക്ക് ലേലം ചെയ്ത് മാത്രമേ നമുക്ക് വാങ്ങുവാൻ സാധിക്കൂ. അങ്ങനെ മീനുകളൊക്കെ ഞങ്ങൾ അത്യാവശ്യം കുറേയേറെയൊക്കെ ഞങ്ങൾ കണ്ടു. അതിനകത്ത് ഈ പറയത്തക്ക രീതിയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മത്തിയുണ്ട്, ചാള. നമ്മൾ ഇവിടെ നിന്നിട്ട് മീൻ വാങ്ങിക്കഴിഞ്ഞാൽ മീൻ കട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മീൻ കട്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നതാണ് ഈ ഏരിയ. ഇവിടെ മൊത്തം മീൻ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഏരിയ കണ്ടോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ മീനൊന്നും വാങ്ങിച്ചില്ല. വാങ്ങിക്കാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ച 1-2 മീനുകളൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ്. പിന്നെ വിലയെന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം മീനിൻ്റെ വില എത്രയാണെന്ന് അറിയാൻ വയ്യ. അങ്ങനെ നമ്മൾ നീണ്ടകര ഹാർബറിലെത്തി. 40 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. അങ്ങനെ ഞങ്ങൾ നീണ്ടകര ഹാർബറിലെത്തി. ഇവിടെ എന്തെങ്കിലും ലേലങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇഷ്ടംപോലെ കൊക്കുകൾ കണ്ട. കഴിഞ്ഞിടത്ത് പോയ പോലെ തന്നെ മീനുകളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇവിടാണ് ഇതെല്ലാം തൂക്കം ഒക്കെ നടത്തിയതിന് ശേഷം അവർ നേരെ കൊണ്ടുവന്ന് വാഹനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് പല പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഈ സൈഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് ലേലം, അതുപോലെ തന്നെ ചെറു കച്ചവടം. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം അല്ലെങ്കിൽ സെയിലും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നീണ്ടകരയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കണ്ടോ, ഇപ്പോൾ ഇഷ്ടംപോലെ വന്നിട്ടുള്ളത് മൊത്തം മത്തിയാണ്. ഇഷ്ടംപോലെ മത്തി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ തന്നെ കണ്ടോ, ഇത്രമാത്രം നീളമെന്ന് നോക്കി. ഇത്രയും ഏരിയയിൽ ഇപ്പോൾ സമയം ഏതാണ്ട് 1 മണി കഴിഞ്ഞു. ദേ ഇവിടുന്ന് കണ്ടോ, ദേ കൊണ്ട് നല്ല ഒന്നാന്തരം മത്തി കണ്ടോ. ഈ ചെറുവെള്ളമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ബോട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ആ പരുവത്തിലുള്ളത്. ഇതുണ്ട് ഇഷ്ടം പോലെ കണ്ടോ. ഇതിനകത്ത് ഓരോ അറകൾ കണ്ടോ. ഇതിൻ്റെ ഈ ഓരോ പാർട്ട് അറയ്ക്കകത്ത് ഫുള്ള് ഒരു മീൻ ഫില്ല് ചെയ്തുകൊണ്ടാണ് വരുന്നത് കണ്ടോ. ഈ വരുന്ന എല്ലാ വള്ളത്തിനകത്തും യഥേഷ്ടം മീനുകളുണ്ട് കണ്ടോ. എനിക്ക് ഓരോ സീസണാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ സീസണിൽ മൊത്തം വന്നിട്ടുള്ളത് മത്തിയാണ്. ഇത് കണ്ടോ, ആ ഒരു റാക്ക് ഫുള്ള് മത്തിയാണ് കണ്ടോ. വലിയ മത്തിയല്ല, ഒരിടത്തരം മത്തി എന്ന് നമുക്ക് പറയാം. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി ഇവിടെ എല്ലാം ലേലം നടക്കുന്നത്. ഇവിടെ ലേലം നടക്കാം. ഇവിടെ ഇപ്പോൾ ലേലം നടക്കുന്നൊരു ഏരിയ. ചെറിയ മീൻ, ഇടത്തരം മീനാണ്, വലിയ മീനെന്ന് പറയാൻ പറ്റത്തില്ല. 28 എന്ന് പറയുമ്പോഴത്തേക്ക് 2800 രൂപ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2800 രൂപ എന്നാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മുമ്പോട്ട് പോകാം. മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഇതുണ്ട്. അവിടെ നിന്നൊക്കെ വീഴുന്ന മീനുകൾ അവരുടെ ഉപജീവന മാർഗ്ഗം അങ്ങനെയാണ്. അവർക്കല്ലാതെ പോയി പിടിക്കാനൊന്നും മാർഗ്ഗമുള്ളവരല്ല, പാവപ്പെട്ടവർ. അവരങ്ങനെയും കച്ചവടം നടത്തുന്നുണ്ട്. ഇതുപോലെ വന്നിട്ടുണ്ട്. ഇത് മിക്സായിട്ട് വന്ന മീൻ. അതിനകത്ത് പ്രത്യേകം കാരലെന്ന് പറഞ്ഞ മീൻ, അതൊക്കെ ഇങ്ങനെ പ്രത്യേകം മാറ്റുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ മീനുകളെല്ലാം ഇത് മിക്സ് മീനായിട്ട് വന്നു. ഈ മിക്സ് മീനായിട്ട് വന്നിരിക്കുന്ന മീനുകൾ ഇവരിങ്ങനെ തരംതിരിച്ച് മാറ്റുക. കണ്ടോ, ഇങ്ങനെ മീനുകൾ തരംതിരിക്കുന്നു. ഇവിടെ കുറേ വലിയ മത്തി വന്നിരിപ്പുണ്ട് കേട്ടോ. നമുക്ക് വലിയ മത്തി ഒന്ന് കാണാം. ഇവിടെ വലിയ മത്തി. ഇതെല്ലാം ഓരോ റാക്കിൽ കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ റാക്ക് ഉണ്ടോ. നമ്മൾ ദൂരെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഇരിക്കുന്ന ഒരു പടിയാണെങ്കിൽ പോലും ഇതിനിടെ ഫുള്ള് റാക്കാണ് കണ്ടോ. ഫുള്ള് മീൻ ഫില്ല് ചെയ്യണം കണ്ടോ. എത്ര ലക്ഷം രൂപയുടെ കച്ചവടമാണെന്നറിയോ ഒരു ദിവസം നടക്കുന്നത് കണ്ടോ. ഇങ്ങനെ ഒരു ചൂടും കൂടെ ആയതുകൊണ്ടേ കേടാവാതിരിക്കാൻ വേണ്ടി ഐസും ഒക്കെ ഇട്ട് ഒരു വരിക. എനിക്കൊന്ന് ഓരോ കമ്പനിയാണെന്ന് തോന്നുന്നു. ഓരോ കമ്പനിക്കാർ ഫുള്ള് മീൻ എടുത്തിട്ട് അതാന്ന് തോന്നുന്നുണ്ട്. ഈ ഓരോ വാഹനങ്ങളിൽ ഫുള്ളായിട്ട് അവരെടുത്തിട്ട് എനിക്കൊന്ന് ലേലം ചെയ്തവർ കൊണ്ടുപോകാൻ തോന്നുന്നു. മറ്റുള്ള മാർക്കറ്റിലേക്കും അല്ലെങ്കിൽ അവർക്ക് സ്റ്റാളുകളൊക്കെ കാണുമല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ അവിടേക്കൊക്കെ വിതരണം ചെയ്യാനും ഒക്കെ ആയിരിക്കും. അല്ലാത്ത സമയങ്ങളിലൊക്കെ കുക്കിനെയൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഓടുന്നതാണ്. ഇവിടെയൊക്കെ മീനൊക്കെ ഇഷ്ടം പോലെ കിട്ടിയേക്കുന്നതുകൊണ്ടേ അളിയന്മാരൊന്നും പോകുന്നില്ല. ഈ കൊക്കിനൊന്നും നമ്മളെ പൊട്ടും പോലും ഭയമില്ല കേട്ടോ. ഈ കൊക്കിനൊന്നുമേ നമ്മളെ പേടിയേ ഇല്ല. ഏകദേശം നമുക്കത് തൊടാവുന്ന ഒരു നിശ്ചിത അടുത്താണ് നിൽക്കുന്നത് കണ്ടോ. കൊണ്ടോണോ മീൻ കൊണ്ട് ഇറക്കുന്നുണ്ടോ. മീൻ കൊണ്ട് ഇങ്ങനെ ഇറക്കുന്നുണ്ടോ. ഈ ഒരു സൈഡിൽ ഈ കിടക്കുന്ന വലിയ ബോട്ടുകളും ചെറുവള്ളങ്ങളും ചെറുബോട്ടുകളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ഇവിടെ കാലിയാക്കിയ ബോട്ടുകളാണ്. മീനുകളെല്ലാം കാലിയാക്കിയതിന് ശേഷം കിടക്കുന്ന ബോട്ടുകളാണ്. അതെ, ഇത് ഐസ് ബാഗാണ്. ഇത് നിറച്ചും എന്താ പറയുക മീനാണ്. മീനെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ വേളാപ്പാര, മഞ്ഞ വേളാപ്പാരയും പിന്നെ ഐക്കുറ നെയ്മീനും പിന്നെ എന്തുവായിരുന്നു ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച്. ഇതിപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയി തുറന്ന് കാണിക്കാം. ആൾക്കാർ വിചാരിക്കും എവിടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്നത്. ഇതേ മീൻ ഞങ്ങൾ കുറച്ച് നാളത്തേക്കുള്ള മീൻ പിടിച്ചു. വേറൊരാളെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ശല്യമാണ്. നോക്കുക കേട്ടോ എന്തോ എടുക്കുന്നത്. ബഹളം ഉണ്ടാക്കി അവനിപ്പം അഴിച്ചു വിട്ടാൽ ഇതെല്ലാം എല്ലാം അവന് വേണം. ആദ്യം എന്ന് പറയുന്നത് ഇത് ചെമ്മീൻ. ഇത് നമുക്ക് പൊട്ടിക്കാം. എല്ലാവരും പാട്ട് അത് കുറേ സാധനമുണ്ട്. അങ്ങോട്ടൊന്ന് മറിക്കാം. ഐക്കൂറ നമ്മൾ ഫ്രഷ് ഐക്കൂറയെ മുറി ഇപ്പോൾ കാണിക്കാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. പകുതിയോളം വാങ്ങിച്ചിട്ടുണ്ട്. നേർ പകുതി. ഇതൊക്കെ നോക്കിയാൽ നല്ല പെരുത്ത ചെമ്മീനുണ്ടോ. മുഴുത്ത ചെമ്മീൻ എന്ന് പറയാം. മുഴുത്ത ചെമ്മീൻ. നല്ല വേളാപ്പാരി എന്ന് പറയുന്ന സംഭവം എന്നാലും മഞ്ഞയാണ് ഏറ്റവും നല്ലത്. ഇതേ നല്ല അടിപൊളി എന്താ പറയുക ഐസ് ബാഗാണ്. അപ്പോൾ ഇതിനകത്ത് അത്രയും മീനും അത്രയും ഐസും കൂടി ഇട്ട് ഞങ്ങൾ ഫുള്ള് ടൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പോലും അതിനകത്ത് ശകലം പോലും ലീക്കാവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനം കൂടെ വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് അത്യാവശ്യം മീനുകളും ഒക്കെ വണ്ടിയിലൊക്കെ ഐസും ഒക്കെ ഇട്ട് കൊണ്ടുപോകാം. ഒരു കുഴപ്പമില്ല. ഒരു ശകലം പോലും ലീക്കാവത്തില്ല. മണിക്കൂറുകളോളം ഇതിങ്ങനെ നിൽക്കും. ഇത്തരത്തിലുള്ള ബാഗുകൾ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇതൊരെണ്ണം വാങ്ങിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്ക് മടക്കി നമ്മുടെ വണ്ടിക്കകത്തൊക്കെ ഉണ്ട് മടക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അത് നല്ലൊരു കാര്യമാണ്.